പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ഇടപെടുന്ന ദൂത് യേശു നമുക്ക് വേണ്ടി ചിലത് കരുതിയിട്ടുണ്ട്. ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളുടെ നടുവിൽ, ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഒന്നും പ്രാപിപ്പാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല, ഒന്നും സൂക്ഷിപ്പാൻ കഴിഞ്ഞിട്ടില്ല. ആ അവസ്ഥയിൽ വെറും കരങ്ങൾ, ജീവിതത്തിൽ വെറും ശൂന്യമായ തലങ്ങളിൽ ആയിരിക്കുന്ന ദൈവമക്കളോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത്. സങ്കീർത്തനം 31:19 നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ആഴമായി പരിശുദ്ധാത്മാവ് വ്യക്തമായി ഇടപെടുന്ന ദൂത്, ദൈവം സംഗ്രഹിച്ചത് തരാൻ പോവാ. ദൈവത്തിൻ്റെ വൈതലേ, കർത്താവ് ചിലതൊക്കെ കരുതിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ തലങ്ങളിൽ ആവശ്യങ്ങൾ എന്താ, നമ്മുടെ അവസ്ഥ എപ്രകാരമാണ്, നമ്മുടെ പ്രാപ്തി എന്താ, ഇതെല്ലാം നിശ്ചയബോധ്യമുള്ള കർത്താവ് ജീവിതത്തിനു വേണ്ടി നാളേക്കുള്ള അനുഭവങ്ങളും അടുത്ത കാലഘട്ടങ്ങളിൽ എന്തു വേണം അതെല്ലാം സ്വർഗം ദൈവം സംഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വചനം പറയുക, നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചത്, പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവം സംഗ്രഹിച്ചത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കുടുംബങ്ങളോട് വ്യക്തമായി ദൂത് വെളിപ്പെടുത്തുക. തലമുറയ്ക്ക് വേണ്ടി ദൈവം ചിലതൊക്കെ സംഗ്രഹിച്ചിട്ടുണ്ട്. ഇന്ന് വിശ്വസിച്ച് ദൂത് ഏറ്റെടുക്കട്ടെ. അത് കാണാൻ കഴിയാത്തൊരു അവസ്ഥയായിരിക്കാം. ചിന്തിച്ചാൽ യാതൊരു അർത്ഥവും അതിനകത്ത് വെളിപ്പെടാത്ത ഒരു സ്ഥിതിയിലായിരിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വിലയേറിയ ദൂത് ഹൃദയത്തിൽ ഇന്ന് സ്വർഗം വെളിപ്പെടുത്തുക. ഭാരപ്പെടുന്ന, നിരാശപ്പെടുന്ന ദൈവത്തിൻ്റെ പൈതലേ, ദൈവം സംഗ്രഹിച്ചിട്ടുണ്ട്. ഏത് ആവശ്യമാ, ഏത് സാഹചര്യത്തിൽ എപ്പോൾ അത് വേണം, അത് ദൈവത്തിനറിയാം. സംഗ്രഹിച്ചത് തരുന്ന ദൈവമാ. കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് ആഴമായി ഇടപെടുന്നു, കർത്താവ് അത് തരാൻ പോവുക. ഇസഹാക്ക് അബ്രഹാമിനോടൊരു ചോദ്യം ചോദിച്ചു, അപ്പോൾ ആ തീയുണ്ട്, വിറകുണ്ട്, എന്ന ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ? അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട്, അബ്രഹാം അത് കണ്ടില്ല. എന്നാലും വ്യക്തതയോടെ സംസാരിക്കുക, ദൈവം അതിന് നോക്കിക്കോളും, കർത്താവ് അത് കരുതിക്കോളും. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ദൈവത്തിൻ്റെ ദൂത് അതിനകത്തുനിന്ന് വെളിപ്പെടുത്തുക. ഇസഹാക്ക് ചോദിക്കുന്നത് പോലെ എവിടെയെന്ന് ചോദിച്ച് നിരാശപ്പെടാതെ, ഭാരപ്പെടാതെ, ദൈവം അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ വിശ്വാസത്തിൻ്റെ ആഴം പകർന്നതുപോലെ ദൈവം ആട്ടിൻകുട്ടിയെ നോക്കിക്കോളും, ദൈവം നോക്കിക്കോളും. അബ്രഹാം ആ ഒരു വാക്ക അതരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചത്, ദൈവം നോക്കിക്കോളും. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ഈ ദൂത് ഏറ്റെടുത്തോ, ഈ വചനം വിശ്വസിച്ചോ. ചിലതൊക്കെ കർത്താവ് നോക്കിക്കോളുന്നേ. നമുക്ക് നോക്കാൻ പറ്റാത്തത്, നമുക്ക് കരുതാൻ പറ്റാത്തത് ദൈവം നോക്കിക്കോളും. കർത്താവ് കരുതിയിട്ടുണ്ട്. ആ നിലയിൽ ദൈവത്തിൻ്റെ കരം വെളിപ്പെട്ട് വരാൻ പോകുന്നു. തലമുറയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കരുതുവാൻ കഴിയാതെ പോയി, എന്നാൽ എൻ്റെ ദൈവം എൻ്റെ തലമുറയ്ക്ക് വേണ്ടി സംഗ്രഹിച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം കരുതിയിട്ടുണ്ട്. എൻ്റെ കർത്താവ് സൂക്ഷിച്ചിട്ടുണ്ട്. അത് തക്ക സമയം എൻ്റെ കരങ്ങളിലേക്ക് ദൈവം അത് കൈമാറും. ഇന്ന് ഈ ശൂന്യമായ കരങ്ങളെ പരിശുദ്ധാത്മാവ് വിശ്വാസത്താൽ ബലപ്പെടുത്തുക. ചിലത് പ്രാപിപ്പ, ചിലത് യേശുവിൽ നിന്ന് മേടിക്കുക. ഒരുങ്ങിക്കുക. സമയമായി. കർത്താവ് സംഗ്രഹിച്ചത് അത് വെളിപ്പെടുത്തുന്ന സമയമായി. വചനം പറയുന്നു, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രന്മാർ കാണെ നീ പ്രവർത്തിച്ചതുമായ നിന്റെ നന്മ എത്ര വലിയതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഴമായി തൊടുന്ന ദൂത് എത്ര വലുതാ ദൈവം സംഗ്രഹിച്ചത്, ദൈവം എത്ര വലുതാ സൂക്ഷിച്ചത്. ആ നിലയിൽ ഈ ദിവസങ്ങളിൽ കർത്താവ് ഒരുക്കിയ നന്മ കാണും, അതനുഭവിക്കും. ആ തലത്തിൽ ദൈവത്തിൻ്റെ ദൂത് പരിശുദ്ധാൻ വ്യക്തതയോടെ സംസാരിക്കുന്ന മനുഷ്യപുത്രന്മാർ കാണുകയെ ചിലത്
ചെയ്ത ദൈവം ഇന്ന് പരിശുദ്ധൻ പറയുന്നു, ദൈവത്തിൻ്റെ പൈതലെ വിധിക്കുന്നവരും വിമർശിക്കുന്നവരും നോക്കി നിൽക്കുന്നവരുടെ മധ്യയെ അവർ കാണുക ഒരു വലിയ നന്മ, ഒരു വലിയ ദൈവപ്രവൃത്തി ദൈവം സംഗ്രഹിച്ചത് അത് ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. സമയമായിരിക്കുന്നു. ദൂത് വിശ്വസിക്കട്ടെ, കർത്താവ് ചെയ്യും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ദൂതിനായി സ്തോത്രം, ദൈവത്തിൻ്റെ ശബ്ദത്തിനായി സ്തോത്രം. ദൈവം സംഗ്രഹിച്ചത് തരാൻ പോകുന്നു എന്ന ശബ്ദം പരിശുദ്ധാത്മ ഇടപെട്ടത് കർത്താവേ ഹൃദയങ്ങൾക്ക് വിടുതലായി തീരട്ടെ, ആശ്വാസമായി തീരട്ടെ. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ പ്രാർത്ഥനാ വിഷയം ദൈവത്തിൻ്റെ കരങ്ങളിൽ, സർവശക്തൻ്റെ ഭുജങ്ങളിൽ ഏൽപ്പിക്കുക. ഇന്നൊരത്ഭുതം അവർക്ക് വേണ്ടി ദൈവം ചെയ്യണമേ. ദൈവപ്രവർത്തി കണ്ട് സന്തോഷിപ്പാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.